പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമെന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഏതെങ്കിലും വേദനാജനകമായിട്ടുള്ള ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ഭാരനിമിത്തം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുവാണോ? നിന്നെ സൃഷ്ടിച്ച ദൈവം ഓർത്തുകൊള്ളണേ, നിൻ്റെ ഏത് പരീക്ഷയിലും ഏത് ട്രയലിലും നിൻ്റെ കൂടെ അവൻ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അല്പസമയമെടുത്ത് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു തന്ന എല്ലാ നന്മയും ഒന്നോർത്തേ. എന്തൊക്കെ നിൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു തന്നു അതോർത്ത് അവനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 30. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ഗോഡ്. അതിൽ സന്തോഷിപ്പാൻ ദൈവത്തിലെ നിനക്ക് കഴിയുമോ? അപ്പോൾ ദോഷത്തിൻ്റെ ഈവിളിൻ്റെ സൃഷ്ടാവ് ദൈവമല്ല. ദൈവമല്ലെങ്കിൽ മനുഷ്യരും സാത്താനും എന്തിനെ പിന്നെ ബ്ലെയിം ചെയ്യും? പാപത്തെ ബ്ലെയിം ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല സംഭവിക്കുന്ന ചില ഭയാനകമായിട്ടുള്ള കാര്യങ്ങളെ ഓർക്കുമ്പോൾ. നമ്മുടെ തന്നെ ചില പ്രിയപ്പെട്ടവർ ചെറിയ പ്രായത്തിൽ മരിച്ചത് നമുക്കറിയാം. നമ്മുടെ ചില പ്രിയപ്പെട്ടവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് വേർപെട്ടു പോയത് നമുക്കറിയാം. നമുക്ക് തന്നെ എന്തുകൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് ഓർക്കും. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന് എന്തുകൊണ്ടാണ് ഈ ആസ്മ വന്നത്. തന്നെയുമല്ല, ഇപ്പം വയനാട്ടിലൊക്കെ ഉണ്ടായ ആ ഭൂകമ്പം, ലാൻഡ് സ്ലൈഡിങ്, ഉരുളുപൊട്ടൽ, ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ആയിരങ്ങളെയല്ലേ അതൊക്കെ കൊന്നൊടുക്കിയത്. സുനാമി വന്ന് ചില പട്ടണങ്ങളെ തൂത്ത് തുടച്ചുകൊണ്ട് പോയിട്ടില്ലേ? റോഡ് നോക്കുവാണെങ്കിൽ COVID-19 വന്ന് എത്ര ഫാമിലിയിൽ ദുഃഖം വെതറിയിട്ട് പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ബിയോണ്ട് മൈ ഫിനിറ്റ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയൊരു യാഗം എനിക്ക് വേണ്ടി കഴിച്ച എൻ്റെ കർത്താവ്, കാൽവറി യാഗം, അവസാനത്തേത്തുള്ള രക്തം പോലും എനിക്ക് വേണ്ടി ഊറ്റി മരണമടഞ്ഞ കർത്താവ്, ഒരിക്കലും നമ്മൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിയുമല്ല. നമ്മുടെ ദൈവം നീതിമാനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ സ്നേഹമുള്ളവനാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അനുസരണക്കേട് കാണിച്ചു പോകുന്നു. അതിന് നമുക്ക് പണിഷ്മെൻറ്റും കിട്ടും. അവൻ ദൈവമാണ്. ദൈവമായിരിക്കെ തന്നെ അവനവൻ്റെ സ്ഥാനവും മാനവും ഒന്നും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാ? എന്നെയും നിന്നെയും രക്ഷിപ്പാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, God's love should never be questioned because He sent His only Son to take our place. അതുകൊണ്ടാണ് എനിക്ക് റോമാലേഖനം 5-ാം അധ്യായം വലിയ ഇഷ്ടമായിട്ടിരിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ
ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുക. പ്രൈസ് ഗോഡ്. നമ്മൾ പാപികളായിരുന്നു. ഈ രക്ഷയുടെ സന്തോഷം ഒന്നും നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല. എന്നിട്ട് പോലും ദൈവം നമ്മെ സ്നേഹിച്ചു. ചിലപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് പറയുമായിരിക്കും, വി ആർ നോട്ട് ദാറ്റ് സോ ബാഡ്. ഞങ്ങളത്ര ചീത്തയൊന്നുമല്ല. ഞാൻ പലരെ കഴിഞ്ഞ് നല്ലതാണ്. ഞാൻ പറയട്ടെ, ചോദ്യം ഇതല്ല, നാം എല്ലാവരെ കഴിഞ്ഞും ബെറ്റർ ആണോ എന്നുള്ളതല്ല. നമ്മൾ ആർ വി കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം സിൻ? നമ്മൾ പാപത്തിൽ നിന്ന് അകന്നാണോ ജീവിക്കുന്നത്? പ്രൈസ് ഗോഡ്. റോമാലേഖനം പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? റോമാലേഖനം 3:23 ഇങ്ങനല്ലേ പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ചോദിക്കാറുണ്ട് പലരും, എന്തുകൊണ്ടാണ് നല്ല മനുഷ്യർക്ക് ഇങ്ങനെയുള്ള ചീത്ത കാര്യങ്ങൾ വരുന്നത്? ബിബ്ലിക്കലായിട്ട് മാത്രമേ നമുക്കതിന് ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലും അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, there really are no such thing as good people. We all have fallen short of God's perfection. മനസ്സിലായോ? പെർഫെക്റ്റായിട്ടുള്ളൊരു വ്യക്തിയുമില്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളും കുറ്റങ്ങളുമുണ്ട്. ഇങ്ങനൊന്ന് ചിന്തിച്ചേ, സ്വർഗം പെർഫെക്റ്റ്. അത് പെർഫെക്റ്റ് ആൻഡ് ഹോളി ആണെങ്കിൽ എങ്ങനെ പാപത്തിന് അവിടെ ചെന്ന് ഒരു പെർഫെക്റ്റ് പ്ലേസിലായിരിക്കാൻ പറ്റും? ഹെവൻ വുഡ് നോ ലോങ്ങർ ബി പെർഫെക്റ്റ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ സകല മഹത്വവും വിട്ടു. എന്നിട്ട് ഈ വീഴ്ച ഭവിച്ച ഭൂമിയിലേക്ക് താൻ വന്നു. എന്നിട്ട് 33 വർഷം താനൊരു പെർഫെക്റ്റ് ലൈഫ് ഇവിടെ ലീഡ് ചെയ്തു. ഒരു പാപിയെപ്പോലെ കാലിരുമ്പാണി കൊണ്ട് കാൽവറി ക്രൂശിന്മേൽ തറച്ചു. അവൻ ഒരു പാപവും ചെയ്തിരുന്നില്ല, ഒരു പാപവും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ജോൺ ചാപ്റ്റർ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ഗോഡ്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് നമ്മൾ കുറിവാക്യമായിട്ടെടുത്ത ആ ദൈവസ്നേഹത്തെക്കുറിച്ച് നാം കാണുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. വാട്ട് ആൻ അമേസിങ് ലവ് ഗോഡ് ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് ഫോർ അസ്. പ്രൈസ് ഗോഡ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ വായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വശം നമുക്ക് കാണുവാനായിട്ടിടയാകും. തൻ്റെ ഏകജാതനായ പുത്രൻ യേശുവിനെ നമുക്ക് പകരക്കാരനായിട്ട് ക്രൂശിലേറ്റേണ്ടി വന്നു. പ്രൈസ് ലോർഡ്. അവൻ നമ്മെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി. ആ പാസേജ് പല കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു കാര്യവും നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ല. ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ മരണത്തിനോ ജീവനോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വൈസ് കൺക്ലൂഷൻ നമുക്കിതെടുക്കാമേ. നെവർ ടു ക്വസ്റ്റ്യൻ ഗോഡ്സ് ലവ്. എനിക്കൊരു സംശയം കൂടാതെ അറിയാം, ദൈവനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ട്രയൽസും അത് എല്ലാം കർത്താവിൻ്റെ ആ സ്നേഹനിധികളായിട്ടുള്ള ആ കൈകളുടെ ഇടയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ബന്ധത്തിലേക്ക് വരത്തുള്ളൂ.
ദൈവം യോബിന് വേണ്ടി ചെയ്തത് നമുക്ക് വേണ്ടിയും ചെയ്യാതിരിക്കത്തില്ല. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് തന്ന്, കർത്താവെ നിത്യജീവനെ ഞങ്ങൾക്ക് തന്ന്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് ചെയ്ത നന്മകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.